ഹരി, ഈ സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അത് വേദിയിലേക്ക് എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രതിഭകളെയെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തലസ്ഥാനം. ഇനി ഉത്സവ നാളുകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഒരുക്കങ്ങളെല്ലാം സജ്ജമല്ലേ? അതേ ഒരുക്കങ്ങളൊക്കെ സജ്ജമാണ്, നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അല്പസമയത്തിനകം തന്നെ സ്വർണ്ണക്കപ്പ് വരും. പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത്, ഈ വേദിയിലൊരു അനാസ്ഥയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രധാനമായും വേദി നടക്കുന്നത്. 25 വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദി സെൻട്രൽ സ്റ്റേഡിയമാണ്. അതിൽ കാണികൾ ഇരിക്കുന്ന ഭാഗത്തിന്റെ, അതായത് ഞാൻ നിൽക്കുന്നതിന്റെ ഏറ്റവും മുകളിലായി പ്രവർത്തിക്കുന്ന ഫാൻ, ഈ ഫാന് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് അത് ദൃശ്യങ്ങളിൽ അത് ആടുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ്. അതായത് ഈ ഫാൻ എല്ലാം ഓണായി നിന്ന സമയത്ത് ഈ ഫാൻ കിടന്ന് ആടുകയും അത് വലിയ രീതിയിലുള്ള അപകടാവസ്ഥ തന്നെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ഇതിന്റെ ആളുകൾ ഇത് റിപ്പോർട്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയും ഉടനടി തന്നെ ഈ ഫാൻ അവർ ഓഫ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും കാണാൻ സാധിക്കും ബാക്കിയുള്ള ഫാനുകളൊക്കെ ഓഫ് ആണെങ്കിൽ പോലും ഈ ഫാൻ ഓഫ് ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റോളമായി. എന്നിട്ട് പോലും ഈ ഫാൻ ഇപ്പോഴും ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓൺ ആകുന്ന വേളയിൽ ഇത് വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ദുരന്തം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് തന്നെ ഇപ്പോഴും മാറുകയാണ്. ഓർക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ്, ഒന്നാം വേദിയാണ്. ഒന്നാം വേദിയിൽ കാണികൾ ഇരിക്കുന്നതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഈ ഫാൻ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഒരു വേളയിൽ തന്നെയാണ് ഇത്രയും അനാസ്ഥ സംഭവിച്ചിരിക്കുന്നതാണ്. നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ആളുകൾ എത്തുകയും ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഉടനെ തന്നെ ഈ ഫാന് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. യെസ്, ഹരികൃഷ്ണനാണ് കലോത്സവ നഗരിയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹരികൃഷ്ണൻ സൂചിപ്പിച്ചത് വേദിയിലെ ഒരുക്കിയിട്ടുള്ള ഫാനിന്റെ ഒരു ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അത് എപ്പോ വേണമെങ്കിലും താഴെ വീഴാൻ പാകത്തിൽ ആണ് ആ ഫാൻ ഉള്ളത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാകും. ന്യൂസ് 18 സംഘം കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ആ വേദിയിലേക്ക് എത്തുമ്പോഴാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ ആ മെയിൻ വേദിയിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ആ ഒരു ഫാൻ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഉലഞ്ഞാടുന്നത് കാണുന്നത്. ഇത് ഏത് നിമിഷവും താഴേക്ക് വീഴാവുന്ന ഒരു സ്ഥിതിയാണ് എന്നുള്ളത് അവിടുത്തെ സംഘാടകരെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവര് പ്രതിവിധി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ആ നടപടിയിലേക്ക് കടന്നിട്ടില്ല. യെസ്, എന്തായാലും നമുക്ക് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തന്നെ മടങ്ങിയെത്താം, ഹരിയിലേക്ക് തന്നെ മടങ്ങിയെത്താം. അതിനു മുമ്പ് കലോത്സവവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നമുക്ക് പരിശോധിക്കാം.